തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ ദേശത്ത് പൗർണമിക്കാവിൽ ഒറ്റക്കൽ മാർബിളിൽ തീർത്ത ആദിപരാശക്തിയുടെ വിഗ്രഹം രാജസ്ഥാനിൽ നിന്ന് പൗർണമിക്കാവിൽ നിറഞ്ഞ ഭക്തിയോടെ ഭക്തർ സ്വീകരിച്ചതോടെ പൗർണമിക്കാവ് ഒരിക്കൽ കൂടി ചരിത്രം സൃഷ്ടിച്ചു. പൗർണമിക്കാവിൽ നടന്ന കഴിഞ്ഞ മഹാകാളി യാഗത്തിലാണ് 23 അടി ഉയരമുള്ള ആദിപരാശക്തിയുടെ വിഗ്രഹത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ആദിപരാശക്തിയുടെ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠ കഴിഞ്ഞാൽ വീണ്ടും മഹാകാളിക യാഗം പൗർണമിക്കാവിൽ നടത്താനാണ് തീരുമാനം. അയോധ്യാധിപനായിരുന്ന ശ്രീരാമന്റെ 21ാമത്തെ തലമുറയിലെ ശിഖ്രരാജാവ് 5000 വർഷങ്ങൾക്ക് മുമ്പ് ഉടവാൾ വെച്ച് പൂജിച്ചതാണ് ഇന്നത്തെ പൗർണമിക്കാവ്. പിന്നീട് വിഴിഞ്ഞം ആസ്ഥാനമായി ഭരിച്ചിരുന്ന 1000 രാജാക്കന്മാരുടെ കുലദേവതയായി മാറി. ആദിപരാശക്തിയുടെ വിഗ്രഹ പ്രതിഷ്ഠയോടെ പൗർണമിക്കാവ് ക്ഷേത്രം പഴയ രാജപ്രതാപത്തിലേക്ക് പോകുമെന്ന് നിസ്സംശയം. വാസ്തവത്തിൽ 12 വർഷങ്ങൾക്ക് മുമ്പേ പ്രതിഷ്ഠിക്കപ്പെട്ടത് ബാലാദേവിയാണ്. 9 വയസ്സുള്ള ബാല ത്രിപുര സുന്ദരി എന്നുള്ള സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ആ ദേവി 5 ഭാവങ്ങളിലാണ് ഇവിടെ കുടികൊണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പൗർണമി ദിവസം മാത്രം തുറക്കുന്ന അല്ലെങ്കിൽ ആരാധന നടത്തുന്ന ഒരു ക്ഷേത്രമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആ ദേവി ബാലാദേവി 5 ഭാവത്തിൽ 5 നേരങ്ങളിൽ ഇവിടെ ഭക്തന്മാർക്ക് ദർശനം നൽകി അവരുടെ എല്ലാ അനുഗ്രഹവും നൽകുന്ന ഒരു ദേവിയാണ്. ഇപ്പോൾ ആ ദേവി തന്നെ 2 വർഷങ്ങൾക്ക് മുമ്പേ ദേവി സ്വന്തം പിതാവായ ഭഗവാനെ ശിവഭഗവാനെ ഇവിടെ പ്രതിഷ്ഠിക്കുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ശിവഭഗവാനെ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് മുകളിൽ എൻ്റെ പിതാവിനെ എൻ്റെ അപ്പനെ ഇരുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പൗർണമിക്കാവ് ദേവി ക്ഷേത്രത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള മണ്ഡപത്തിൻ്റെ മുകളിൽ 2ാമത്തെ നിലയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. അപ്പോൾ നമുക്ക് ശാസ്ത്രീയമായി ആ പ്രതിഷ്ഠിക്കുന്നതിനെ സംബന്ധിച്ച് വലിയ ഒരു ചിന്ത വന്നു. അങ്ങനെ ഒരു മുകളിലത്തെ നിലയിൽ പ്രതിഷ്ഠിക്കപ്പെടാൻ പാടില്ല. അപ്പോൾ ദേവി പറഞ്ഞു എൻ്റെ മുകളിൽ തന്നെ ഇരിക്കണം. അതിനുശേഷം ദേവിയുടെ ഒരു ആജ്ഞയാണ് അല്ലെങ്കിൽ ഒരു ചിന്തയാണ് എൻ്റെ മാതാവിനെ ഈ ഭൂമിയിൽ പ്രതിഷ്ഠിക്കണം, എൻ്റെ മുന്നിൽ പ്രതിഷ്ഠിക്കണം. അത് എന്നെക്കാളും ഉയരത്തിൽ ലോകത്താരും തന്നെ അങ്ങനെ ഒരു സങ്കല്പത്തിൽ അങ്ങനെ ഒരു വിഗ്രഹം ചെയ്യാത്ത രൂപത്തിൽ ശിലാരൂപത്തിൽ അതിനെ ഒരു വൈകല്യങ്ങളില്ലാതെ അത് പൂർണ്ണമായിട്ട് അതിൻ്റെ 18 കൈകളും അതിൻ്റെ വിരലുകളും അതിൻ്റെ എല്ലാ രൂപത്തിലും ആ സങ്കല്പത്തിൽ ആ ദേവിയെ പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു. അതിന് ഒരു കുറവും വരാൻ പാടില്ല. അപ്പോൾ അതനുസരിച്ച് അത് നമുക്ക് കൃഷ്ണശിലയിൽ ചെയ്താൽ ആ രൂപത്തിൽ ചിലപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു രൂപം കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവിടുന്ന് 2800 കിലോമീറ്റർ അപ്പുറമുള്ള രാജസ്ഥാനിൽ ജയ്പൂരിൽ ഈ വിഗ്രഹം 3 വർഷങ്ങൾക്ക് മുമ്പേ നിർമ്മിക്കാൻ കൊടുത്തു. അത് നിരവധി ശില്പികൾ
അത് ആ ശില്പങ്ങൾക്ക് രൂപം കൊടുക്കാനുണ്ടായിരുന്നു. ആ ശില്പം പൂർത്തിയായി. ഇപ്പോൾ പ്രതിഷ്ഠിക്കപ്പെട്ടുമ്പോൾ ദേവി പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ആദിശക്തിയുടെ പ്രതിഷ്ഠ അത് എനിക്ക് എത്രമാത്രം ഉയരത്തിൽ ആ അമ്മയെ എനിക്ക് ഇവിടെ പീഠത്തിൽ ഇരുത്താൻ സാധിക്കുമോ ആ രൂപത്തിലുള്ള ശ്രീകോവിലോട് കൂടി ഇരുത്തണം. അങ്ങനെ ശരിക്കും 81 അടി ഉയരത്തിലുള്ള ശ്രീകോവിലിൽ ഈ ദേവിയെ പ്രതിഷ്ഠിക്കാം. അതിനുള്ള ആ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ദേവി പറഞ്ഞു, ഇന്ന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ മനുഷ്യർ സ്വന്തം മാതാവിനെയും പിതാവിനെയൊക്കെ അവഗണിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഇല്ലെങ്കിൽ കുട്ടികൾ അവർ വളർന്നു വരുമ്പോൾ അവർ ഉയർന്ന ബംഗ്ലാവുകൾ വയ്ക്കുമ്പോൾ അച്ഛനെയും അമ്മയും അവഗണിക്കുമ്പോൾ, ഞാൻ ഇവിടെ ചെയ്യാൻ ഞാൻ ഒരു ചെറിയ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ചെറിയ ഒരു ശ്രീകോവിൽ ഇരുന്നു കൊണ്ട് എൻ്റെ മാതാവിനും പിതാവിനും ഉയർന്ന ശ്രീകോവിലുണ്ടാക്കി കൊടുത്ത് അത് ഇന്നുള്ള സമൂഹത്തിന് ആ സമൂഹത്തിന് അവരുടെ ചിന്തകളിൽ ഈ എൻ്റെ ചിന്ത എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഈ പ്രതിഷ്ഠ. അതനുസരിച്ചുള്ള ഒരു പ്രതിഷ്ഠയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പമാണ് ഇവിടെ നടക്കാൻ പോകുന്നു. അതിൻ്റെ ആ ദേവിയെ ഇരുത്തുന്ന ചടങ്ങുകളാണ് ഇന്ന് നടക്കുന്നത്. പക്ഷേ അതിൻ്റെ ശാസ്ത്രീയമായ ആരാധനാരീതിയും ശാസ്ത്രീയമായ പ്രതിഷ്ഠയല്ല. ഇനിയെല്ലാം അടുത്ത ദിവസങ്ങളിൽ ഇത് നടക്കും. 3 साल लगा है हमको बनाने में। 3 साल में बनाए मूर्ति जाके। अब कैसे लग रहे हैं आप? अभी तो लगने के बाद देखिए, आप लोग ही देखिए ना कैसा लगता है आप लोगों को। हमने तो हमारी तरफ से मेहनत कर दिया है पूरा। केरला में आपकी एक मूर्ति इधर आ गया है, इसलिए आपको खुशी है। हाँ, बहुत खुशी है मैडम। फर्स्ट टाइम बना है ना, लाइफ में कभी बनाया नहीं इतना बड़ा मूर्ति। हमको भी फर्स्ट चांस मिला ये वाला, इसलिए इतना खुशी है हम लोगों को। आप तो पौर्णमी अम्मा का डिवोटी है ना? पूर्णिमा अम्मा का डिवोटी नहीं हूँ मैं, पूर्णिमा अम्मा से बस जुड़ा हूँ। तो मूर्ति के लिए मुझे बुलाया गया था स्पेशल राजस्थान से, अम्मा ने बुलाया था मुझे। बस उसके बाद से मैं जुड़ा हूँ, 3 साल से जुड़ा हुआ हूँ। 3 साल से ही काम कर रहा हूँ ये वाला।